ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദാമ്പത്യം. നേട്ടങ്ങളും കോട്ടങ്ങളും ഒത്തിരിയുള്ള ഒരു കുടുംബത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കഥയിലെ നായിക സുഗന്ധി. സുഗന്ധി, അയ്യോ, അതിനിടയ്ക്ക് ചേട്ടൻ വന്നോ? നീ എന്താടി വിളക്ക് വെക്കാത്ത? അത് നീ എന്തിനാടി പട്ടിയെ ഫ്രണ്ടിൽ കെട്ടിയത്? ഉയ്യോ, ഞാനങ്ങ് മറന്നു. ഗേറ്റ് തുറന്നിടരുതെന്ന് 100 തവണ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അയ്യോ, വെപ്രാളത്തിന്റെ ഇടയിൽ ഞാനതങ്ങ് മറന്നുപോയി ചേട്ടാ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഇവരുടെ ഭർത്താവാണ്. ബാക്കി കൂടെ കേട്ട് നോക്ക്. ഞാൻ മതില് ചാടിയല്ലേ വരുന്നത്, പിന്നെ എന്തിനാ ഗേറ്റ് തുറന്നിട്ട്? മുന്നിലുണ്ടെങ്കിൽ പട്ടി എന്നെ കണ്ട കുരക്കില്ലടി. വിളക്ക് വെക്കാതിരുന്ന എങ്ങനെ വഴി കാണും? ഇതാണ് സുഗന്ധിക്ക് ഫേസ്ബുക്കിലൂടെ കിട്ടിയ കാമുകൻ. പ്രൊഫൈൽ നെയിം മാധവ് മേനോൻ, ശരിയായ പേര് പ്ലാച്ചാമുട്ടം ശശി. വലിയ ബിസിനസ്സുകാരനാ, മീൻ കച്ചവടം. അയ്യോ മനുഷ്യ, നിങ്ങൾ ഇവിടെ മീൻ കച്ചവടത്തിന് വന്നതല്ലല്ലോ, രഹസ്യമായിട്ട് കയറിയതല്ലേ? അയ്യോ, ഞാനത് മറന്നു. ഇടി, നിന്റെ ഭർത്താവ് എർത്തുവാസ് എപ്പോ വരും? അതെ, താമസിക്കും. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. അതോ ഇനി എവിടെയെങ്കിലും കണക്ഷൻ കൊടുക്കാൻ കേറിയതാണോ? ഓ, അതിനുള്ള വോൾട്ടേജ് ഒന്നും അങ്ങേർക്കില്ലേ? ചക്കരേ പെണ്ണേ പെണ്ണേ, നീ എന്റേതല്ലേ, കാത്ത് കാത്ത് വെച്ച നിധിയല്ലേ, പറയൂ പറയൂ ഞാൻ നിന്റേതല്ലേ, ഓർത്ത് വെച്ച സ്നേഹദീപമല്ലേ. എന്തൊരു മീൻ നാറ്റോ മനുഷ്യ നിങ്ങളെ. ഇടി, മീൻകാരനെ മീനല്ലാതെ പിന്നെ അത്ര മണക്കോ? ഇന്ന് ചേട്ടൻ ഏറ്റവും കൂടുതൽ വിറ്റത് ഏത് മീനാ? നത്തോലി. ഹോ, ചേട്ടന്റെ നെത്തോലി നല്ല ഫ്രഷ് ആ കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ നത്തോലി ഒരു ചെറിയ മീനല്ലെന്ന്? ആരാടി അവിടെ? ഒരു വല്ലാത്ത ശബ്ദം. അയ്യോ, നിന്റെ അമ്മാവൻ. പേടിക്കണ്ട, തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞോണ്ട് അങ്ങേർക്ക് ഇപ്പൊ നല്ലോണം കണ്ണ് കണ്ടൂടാ. ഗോവിന്ദ ഗോവിന്ദ സാഗർ സരിഗമന്നി, സാഗർ സരിഗമന്നി ഗോവിന്ദ. എടി കൊച്ചേ, ഇതെന്താടി? അയ്യോ അച്ഛാ, ഇത് പുതിയ വാഷിംഗ് മെഷീനാ. ഓഹോ, ഇതിന്റെ ഫ്രണ്ട് എവിടെ, ബാക്ക് എവിടെ? എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. സൂക്ഷിക്കണം, ഇതിന്റെ സ്വിച്ചൊക്കെ ഇളകിയിരിക്കുക. ദൈവമേ, ആദ്യമായിട്ട് ആന്റിനെ ഉള്ള വാഷിംഗ് മെഷീൻ കാണുന്നത്. ഗോവിന്ദ ഗോവിന്ദ സാഗർ സരിഗമന്നി. എന്നും ഇങ്ങനെ മതിലാടി ഇങ്ങോട്ട് വന്നാ മതിയോ? ചേട്ടൻ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ? എന്റെ സങ്കല്പത്തിലെ പെണ്ണിനെ കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, നിങ്ങളുടെ സങ്കല്പത്തിലെ പെണ്ണ് എങ്ങനെ ഇരിക്കും? കവിളെന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല തക്കാളി പോലെ. ഓഹോ. ചുണ്ടെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് കണക്ക്. പിന്നെ കഴുത്തോ നല്ല വെള്ളരിക്ക പോലെ. അയ്യേടാ. വിരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെണ്ടയ്ക്ക കണക്ക് മൃദുവായിട്ടിരിക്കണം. എന്നിട്ട് പടവലം പോലത്തെ കാലുകൾ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഭാര്യയല്ല, പിന്നെ ഒരു കലം സാമ്പാറാ. അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ബബിൾഗം പോലെയാ. അതാണ് നീ അങ്ങനെ പറഞ്ഞ? ചുമ്മാ വായിലിട്ട് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും, അവസാനം നീരെല്ലാം ഊറ്റിയെടുത്തിട്ട് തുപ്പിക്കളയും. അങ്ങനെ പറയരുത്. അയ്യോ, ഈ കിളവനെ ഉറക്കൂല്ലേ? ചേട്ടനൊന്ന് കുനിഞ്ഞു നിക്ക്. എന്തിന്? അയ്യോ, പഴയതുപോലെ നിക്കാൻ. ഗോവിന്ദ ഗോവിന്ദ സാഗർ സരിഗമന്നി. മോളെ, 6 മാസമായി ഞാൻ ഇതൊന്ന് കഴുകി. മോടെ വാഷിംഗ് മെഷീനിലിട്ട് ഇതൊന്ന് കഴുകി തന്നെ. ഇനി ഇത് കത്തിക്കുന്നല്ലേ നല്ലത്? അമ്മാവ, ഇത് വാഷിംഗ് മെഷീൻ അല്ല, ഫ്രിഡ്ജാ. കലികാലം, ഇപ്പോഴത്തെ ഫ്രിഡ്ജിന് വരെ താടി മീശയൊക്കെ ആയി. ഞാൻ പോയി ഒരു കഷ്ണം വരിക്കച്ചക്ക എടുത്തോണ്ട് വരാം. എന്തിനാച്ചാ? അല്ല, കേടാകാതെ ഫ്രിഡ്ജ് വെക്കാമല്ലോ. ഈ കിളവൻ എന്നെ കൊന്നേ അടങ്ങൂ. ഗോവിന്ദ ഗോവിന്ദ സാഗർ സരിഗമന്നി. എടി സുഗന്ധി, സുഗന്ധിയേ, സുഗന്ധി. അയ്യോ അയ്യോ, ദേ ചേട്ടൻ. എന്റെ അമ്മ, ഇയാൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? അയ്യോ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടി. അയ്യോ ചേട്ടൻ, അയ്യോ അവിടെ പോയത്, അവിടെ വിളിക്കരുത്. അയ്യോ, ദേ വരുന്നു. അയ്യോ ചേട്ടാ, എങ്ങോട്ടെങ്കിലും ഓട് പോ. പാനപാത്രം തിരിച്ചെടുക്കേണമേ.
എന്താടി ഇത്? അയ്യോ ചേട്ടാ ഇത് നമ്മുടെ അലമാര. അമ്മേ പറ്റിക്കാൻ നോക്കുന്നോടി. ഇത് ഷർട്ട് തൂക്കാനുള്ള ഹാങ്ങർ. ദൈവമേ, ഇന്ന് നിങ്ങൾ ഫിറ്റ് ആണല്ലേ? നിങ്ങൾ കുടിച്ചു കളയുന്ന കാശുണ്ടായിരുന്നെങ്കിൽ 2 ബെൻസ് കാർ വാങ്ങിക്കായിരുന്നു. നിന്റെ അച്ഛൻ കുടിക്കുവോ? എന്റെ അച്ഛൻ ജീവിതത്തിൽ ഇന്നേ വരെ കുടിച്ചിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് നിന്റെ അച്ഛൻ ബെൻസ് കാർ മേടിച്ചില്ല? ഓ, ഇന്നും കൊച്ചിന് പാല് മേടിച്ചില്ലല്ലേ? പൈസ ഇല്ല. പൈന്റ് എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടല്ലോ. പൈന്റ് വാങ്ങിക്കാൻ പകുതി മതി, ബാക്കി ഷെയർ ഇടാൻ ആളുണ്ട്. നാളെ മുതൽ നിന്റെ കൊച്ചിന്റെ അടുത്ത് പാലിന് ഷെയറുമായിട്ട് വരാൻ പറ. പണ്ട് ആക്രി കച്ചവടം നടത്തി തേരാപാര നടന്നപ്പോ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ലൈൻമാൻ ആയിട്ട് ജോലി കിട്ടിയപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ട. എടി, ആക്രി കച്ചവടം നടത്തിയിരുന്ന സമയത്ത് ഞാൻ ഈ പൊട്ടിയത് ഞണിയതൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യം ഇല്ല. അയ്യോ, എനിക്കിത് സഹിക്കാൻ വയ്യേ. ഞാൻ ഇതൊക്കെ ആരോട് പറയാനാ? ഇന്ന് ഇവിടെ നടന്നത് വല്ലതും നിങ്ങൾക്ക് അറിയാമോ? കരയാത്ത കാര്യം പറയടി. നമ്മുടെ ഒരേ ഒരു താറാവിനെ പട്ടി കടിച്ചു കൊന്നു. എന്റെ അമ്മ, അതായത് ഇവിടെ സ്വന്തം അമ്മായി അമ്മ തലയിൽ തേങ്ങ വീണ് മരിച്ചപ്പോ ഇവിടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നില്ല. എന്നിട്ട് ഒരു താറാവ് ചത്തപ്പോ നീ എന്തിനാണ് ഇത്രയും കരയുന്നത്? അതിന് നിങ്ങളുടെ അമ്മ മുട്ടയിടില്ലല്ലോ. ദൈവമേ, നീ എനിക്ക് ഈ വിധി തന്നല്ലോ. ഞാൻ നിന്നോട് എന്തോരം പ്രാർത്ഥിച്ചതാണ്. എന്നെ കല്യാണം കഴിക്കുന്ന ആള് ശക്തനായിരിക്കണം, അമാനുഷികനായിരിക്കണം, പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് ഈ ലോകം മുഴുവൻ പറക്കണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഒരാൾ എന്റെ പരിചയത്തിലുണ്ട്. അതാരാ? ബാലമംഗളത്തിലെ ഡിങ്കൈ. എന്നാ പിന്നെ ഞാൻ ചെറിയട്ടെ. നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ സ്ത്രീധനമായിട്ട് എന്ത് തന്നു? എന്ത് തന്നു? കെട്ടിപ്പറക്കി പൊക്കോളണം. കെട്ടിപ്പറക്കി പൊക്കോളണം. എന്താടി ഇത്? ഓ, ഇത് സ്ഥിരം പറയുന്നതാ. എനിക്കിപ്പോ മനപ്പാടോ. ഇനി ചേട്ടൻ അതെടുത്ത് മാറ്റിക്കോ. എടുക്കരുത്. ഞാനിട്ട പോസ്റ്റ് ഞാൻ തന്നെ എടുക്കും. ഓ, ഇനി പേടിക്കണ്ട, ഉറക്കത്തിലേക്ക് പോവുക. ചേട്ടാ, എന്റെ ചക്കരേ, ഞാൻ നിന്നെ കൊത്തിക്കൊണ്ടങ്ങ് പറക്കട്ടെ. പറക്കുന്നത് കൊള്ളാം. 11 kV ലൈനിൽ തട്ടരുത്, അരിഞ്ഞു പോകും, കൂടെ ഫീസും. ഇനി ശരിയായ ബോധം വരെ 3 മണിയെങ്കിലും ആവും. ചേട്ടൻ 2 മണിക്ക് പോണേ. അപ്പൊ ഞാൻ 2 മണിക്ക് പോവാം. എങ്ങനെ പോയാലും ഞാൻ അറിയും. ഈ പഞ്ചായത്തിൽ ഞാൻ അറിയാതെ കറണ്ട് പോകില്ല. ചേട്ടാ, എന്റെ ചക്കരേ, ഇടി, ഇയാളെന്തിനാ ചിരിക്കുന്നത്? അത് സ്ഥിരം കാണുന്ന സ്വപ്നം കാണുന്നതാ. അയ്യോ, എന്റെ ഭാര്യരച്ഛൻ ചത്തേ, ഞാൻ ചിരിച്ചു ചാവും. ഇനി നമുക്ക് കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. നീങ്ങ അടുത്ത് വാ. ഒരു നിമിഷം തരൂ നിന്നിലലിയാ, ഒരു യുഗം തരൂ നിന്നെ അറിയാ. നിന്റെ കൈകളിൽ ഞാനൊന്ന് പിടിച്ചോട്ടെ. വയറി പിടിയടാ, വലിച്ചു നീട്ട്, എന്നിട്ട് അപ്പുറത്ത് വീട്ടിൽ കണക്ഷൻ കൊടു. പൊന്നേ, എന്താ കുട്ടാ? ഞാൻ നിനക്കൊരു ഉമ്മ തരട്ടെ? കൊടുത്തോ, പക്ഷെ അഡീഷണൽ ബില്ല് വരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മീറ്റർ റീഡിംഗ് നോക്കും. ഒന്ന് മുള്ളിച്ച് കിടക്കാം. പിതാവേ, ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. ഞാൻ എന്താടി കാണുന്നത്? മറന്നുപോയോ? ഇത് ചേട്ടൻ ഷർട്ട് തൂക്കുന്ന ഹാങ്ങർ അല്ലേ? അയ്യോ, പറ്റിക്കാൻ നോക്കുന്നു. ഇത് അലമാര. ഓഹോ, അപ്പൊ ഞാൻ പൈസ എടുക്കാതിരിക്കാൻ വേണ്ടി നീ ഗോദറേജിന്റെ പുതിയ പൂട്ട് മേടിച്ചങ്ങ് പൂട്ടി. അയ്യോ, ഇനി ചേട്ടൻ ഇവിടെ നിക്കണ്ട, പ്രശ്നമാവും. പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വാ. വെള്ളിയാഴ്ച വരെ ഞാൻ എന്താടി പ്രേതമാണോ? അയ്യോ, 3 മണിയായി. അങ്ങനിപ്പോ ഉണരും. സുഗന്ധി, എന്താ ചേട്ടാ? എഴുന്നേക്ക്, അണ്ണന് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ഒരു സ്ട്രോങ് ചായ ഇങ്ങട്. ആരടി ഇത്? അയ്യോ ചേട്ടാ, ഇത് അലമാര. അമ്മേ, എനിക്കൊന്നൊന്നടി ഭ്രാന്താണോ? മനുഷ്യനെ കാണിച്ചു തന്നിട്ട് അലമാരയെന്നോ? ആരടാ നീ?
അത് ചേട്ടാ പിന്നെ പിന്നെ അത് നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമാണിത്. ദൈവമായിരുന്നോ? സത്യം. ദൈവത്തിന് എന്താടി മത്തിയുടെ ഒരു നാറ്റം? ഞങ്ങൾ ദൈവങ്ങൾ എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. ആണോ? എങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് പോസ്റ്റിൽ കയറാം. ഞങ്ങൾ ദൈവങ്ങൾ പോസ്റ്റിൽ കയറാറില്ല. സമയമെടുത്തവരെ പോസ്റ്റിൽ കയറ്റാറേ ഉള്ളൂ. എന്താടാ ഇവിടെ ഒരു ബഹളം? ഗോവിന്ദ ഗോവിന്ദ. അച്ഛാ, ദൈവം. എനിക്കറിയാടാ മോനെ, നീ അച്ഛനെ ദൈവത്തെ പോലെയാ കാണുന്നെന്ന്. അച്ഛനെ അല്ല, ഒറിജിനൽ ദൈവം വന്നിരിക്കുന്നെന്ന്, അതും ഒരു മീൻകാരന്റെ വേഷത്തിൽ. അപ്പൊ നമ്മുടെ സമയം തെളിഞ്ഞടാ മക്കളെ. അതെന്താ അച്ഛാ? എടാ, മിനിഞ്ഞാന്നൊരു ദൈവം നമ്മുടെ ഓട്ടോക്കാരൻ സുരേഷിന്റെ രൂപത്തിൽ വന്നു. അതിന്റെ തലേന്ന് ഈ ദൈവം തെങ്ങുകയറ്റക്കാരൻ മണിയന്റെ രൂപത്തിൽ വന്നു. എന്തിനേറെ പറയുന്നു, നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ രൂപത്തിലും ദൈവം ഇവിടെ വരാറുണ്ട്. പിന്നെ മോനെ വാസു, നീ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ തൊട്ടിലിൽ പോയി നിന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണം. ഇതിലേതെങ്കിലും ഒരു ദൈവത്തിന്റെ മുഖമായിരിക്കും അതിന്. താങ്കൾ ഇനി വന്നേ. എന്താ? താങ്കൾ ഏത് ദൈവം എന്നാ പറഞ്ഞത്? ദേവേന്ദ്രൻ. ദേവേന്ദ്രനെ കണ്ടതിൽ സന്തോഷം. നീ ഇനി വന്നേ. എന്താ ചേട്ടാ? ആ കൊച്ചിനെ എടുത്ത് ദേവേന്ദ്രന്റെ കൈ കൊടുക്ക്. ഇനി രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് നിന്നേ. സെൽഫി എടുക്കാനാണോ? അളിയ ദേവേന്ദ്ര, എന്നും ഇങ്ങനെ ഊർവശി രമ്പയും തിലോത്തമായിട്ട് സുഖിച്ചു നടന്നാ മതിയോ? നിനക്കും വേണ്ടേടാ ഒരു കുടുംബം. വേണം. എങ്കി ഇതിനെ കൊണ്ടങ്ങ് പൊയ്ക്കോ. ആച്ചാമുട്ടൻ ശശിയേ, എന്തോ? നിന്റെ ഈ വാഷിംഗ് മെഷീന്റെ സ്വിച്ചൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. ഇപ്പൊ മനസ്സിലായോ? ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ദൈവങ്ങളുടെ സ്വന്തം നാടാണ്.